മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ സമവായ നീക്കം സജീവം. തിരുവനന്തപുരത്ത് മതസമുദായ നേതാക്കളുടെ സംയുക്ത യോഗം. കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായ നേതാക്കൾ പങ്കെടുക്കുന്നു. ചർച്ചയ്ക്ക് വഴി തുറന്നത് 24 എൻകൗണ്ടർ. സമുദായങ്ങൾ തമ്മിൽ അകലാൻ സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ കാഴ്ചക്കാരായി നോക്കിനിന്ന് സാഹചര്യം വഷളാക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ബിഷപ്പ് ഉന്നയിച്ച വിഷയങ്ങൾ തമസ്കരിക്കാനാണ് കോൺഗ്രസും CPIയും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസ് സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. BJP നിലപാടിനൊപ്പം പിൻപാട്ട് പാടുന്നു. പാലാ ബിഷപ്പിന്റെ വിവാദം അടഞ്ഞ അധ്യായമെന്ന് മുൻ മന്ത്രി AK ബാലൻ. പാലാ ബിഷപ്പിനെ തള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു വിശുദ്ധ യുദ്ധവും നടക്കുന്നില്ല. ബിഷപ്പിന്റേത് വിഷം നിറഞ്ഞ പരാമർശം. കോൺഗ്രസിന്റെ മതസൗഹാർദ്ദ യോഗങ്ങൾ വൈകി വന്ന വിവേകമെന്നും വെള്ളാപ്പള്ളി. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിൽ UDF ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വ്യാജവാർത്ത നൽകിയ സംഭവത്തിൽ ക്ഷമാപണവുമായി കൺവീനർ KR ഗിരിജൻ. സംസ്ഥാന കൺവീനർ MM ഹസന് കത്ത് നൽകി. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് വാർത്താക്കുറിപ്പ് നൽകിയത് മറ്റ് ഘടകകക്ഷികളെ അറിയിക്കാതെയാണെന്നും വീഴ്ച സംഭവിച്ചെന്നും KR ഗിരിജൻ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഒരുക്കങ്ങൾ ഊർജിതം. SSCRTയുടെ കരട് മാർഗരേഖ അടിസ്ഥാനമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും തദ്ദേശ ഭരണപ്രതിനിധികളും സമിതി. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ തീരുമാനിക്കുമ്പോഴും നിയമന അംഗീകാരം കിട്ടാതെ ആയിരക്കണക്കിന് അധ്യാപകർ. സർക്കാർ ഉത്തരവിറങ്ങി 6 മാസം കഴിഞ്ഞിട്ടും അംഗീകാരം നൽകുന്നതിൽ പ്രതിസന്ധി. നിയമന അംഗീകാരം ലഭിക്കാനുള്ളത് 2016 മുതൽ നിയമനം ലഭിച്ച 6625 അധ്യാപകർക്ക്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിടെ 30,256 പുതിയ രോഗികളും 295 മരണവും. രോഗമുക്തി നിരക്ക് ഉയർന്നു. ഭിന്നശേഷിയും ശാരീരിക ബുദ്ധിമുട്ടുകളുമുള്ളവർക്ക് വീടുകളിൽ വാക്സിൻ നടത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ചൈനീസ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മലയാളി MBBS വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. വിമാന സർവീസ് പുനരാരംഭിക്കാത്തതിനാൽ 5000 വിദ്യാർത്ഥികൾക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. ലഭിക്കുന്നത് ഓൺലൈൻ ക്ലാസ് മാത്രം. പ്രാക്ടിക്കൽ ക്ലാസുകൾ ലഭിച്ചില്ലെങ്കിൽ പഠനം പൂർത്തിയാകില്ലെന്ന് വിദ്യാർത്ഥികൾ. നയതന്ത്ര ഇടപെടൽ വേണമെന്ന് ആവശ്യം. പഞ്ചാബിന്റെ 16ാമത് മുഖ്യമന്ത്രിയായി ചരൺജിത് സിംഗ് ചന്നി സത്യപ്രതിജ്ഞ ചെയ്തു. സുഖ്ജിന്ദർ സിംഗ് രൺധാവയും OP സോണിയും ഉപമുഖ്യമന്ത്രിമാർ. അധികാരമേറ്റത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പ്രതിഷേധം. പഞ്ചാബ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഹൈക്കമാൻഡിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് സുനിൽ ജാഗർ. ഇടുങ്ങിയ ചിന്തയുള്ള മനുഷ്യർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുവെന്ന് വിമർശനം. സിന്ധുവിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ. ജനങ്ങളോട് പക്ഷപാതിത്വം പാടില്ലെന്ന് മന്ത്രിമാരെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. അധികാരത്തിലെത്തിയാൽ മുന്നിലുണ്ടാകേണ്ടത് ജനങ്ങൾ മാത്രമെന്ന് മന്ത്രിമാരുടെ പഠന ക്ലാസിൽ നിർദ്ദേശം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 10 സെഷനുകൾ. ഭരണ സംവിധാനത്തെക്കുറിച്ച് മന്ത്രിമാർക്ക് അവബോധമുണ്ടാക്കുക ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ വയനാട് സ്വദേശിക്കെന്ന അവകാശവാദം. വയനാട് പനമരം സ്വദേശി സെയ്തലവിയാണ് സമ്മാനത്തിന് അവകാശവാദം ഉന്നയിച്ചത്. ദുബായിൽ ഹോട്ടൽ ജീവനക്കാരനാണ് സെയ്തലവി. സുഹൃത്ത് വഴിയാണ് ടിക്കറ്റ് എടുത്തതെന്ന് സെയ്തലവി 24നോട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ സുജേഷ് കണ്ണാട്ട് തിരിച്ചെത്തി. വീട്ടിലെത്തിയത് പുലർച്ചെ. യാത്ര പോയതെന്ന് വിശദീകരണം. സുജേഷിനെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയത് ശനിയാഴ്ച. പത്തനംതിട്ടയിൽ CPIM ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അതിക്രമിച്ചു വഴിവെട്ടിയതായി പരാതി. സംഭവം തിരുവല്ലയ്ക്ക് അടുത്ത് കുന്നന്താനത്ത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ CPIM നേതാവ് കുടുംബത്തെ കയ്യേറ്റം ചെയ്തെന്നും പരാതി. ആരോപണം പ്രാദേശിക നേതാവ് SV സുബിനെതിരെ. തൃക്കാക്കരയിൽ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ്. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനമെന്ന് DCC പ്രസിഡന്റ്. അവിശ്വാസ പ്രമേയം പരിഗണിക്കുക വ്യാഴാഴ്ച. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പ്രതികൾക്കെതിരെ CBI സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘം. നമ്പി നാരായണനെതിരെ ഗൂഢാലോചന നടത്തിയ 4 പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യം.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കൊടകര SHO അരുൺ ഗോപാലകൃഷ്ണനെതിരെ വിജിലൻസും അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ട്. വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ ഈ റിപ്പോർട്ട് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിക്കാരൻ അജിത് കൊടകര ഇന്ന് ED ഓഫീസിലെത്തി മൊഴി നൽകും. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. പള്ളികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കണം. ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് സർക്കാരിന് ഒഴിയാൻ കഴിയില്ല. ഈ മാസം 29-നകം നിലപാടറിയിക്കാൻ നിർദ്ദേശം. ശബരിമല വിമാനത്താവള പദ്ധതി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ശബരിമല വിമാനത്താവളം സ്പെഷ്യൽ ഓഫീസർ V. തുളസീദാസ്. ഏതു പദ്ധതിയാണെങ്കിലും ഇത്തരം ചോദ്യങ്ങളുണ്ടാകും. വിവാദങ്ങൾ അനാവശ്യമാണെന്നും V. തുളസീദാസ് 24-നോട്. DGCA റിപ്പോർട്ട് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കുന്നതാണെന്ന് റാന്നി മുൻ MLA രാജു അബ്രഹാം. സ്കൂളുകൾ തുറക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. സങ്കീർണമായ വിഷയമെന്നും സർക്കാരുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെന്നും കോടതി. ഭരണനിർവഹണം സുപ്രീം കോടതിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. പിണറായി വിജയനെ പുകഴ്ത്തിയ പ്രസ്താവന തിരുത്തി K. മുരളീധരൻ MP. K. കരുണാകരൻ വാഗ്ദാനം നടപ്പാക്കിയ മുഖ്യമന്ത്രി. പിണറായി വിജയൻ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നു, മര്യാദയ്ക്ക് ഭരിക്കുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്നും K. മുരളീധരൻ. അടുത്ത സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം മഞ്ചേരി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ടൂർണമെന്റിന്റെ മത്സരക്രമം സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കും. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ 2020 പരമ്പരയിലെ ഒരു മത്സരം കേരളത്തിൽ നടത്തുമെന്നും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതിനായി ഒരുക്കുമെന്നും കായിക മന്ത്രി. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം നൽകി. പ്രതി അർജുനെതിരെ കൊലപാതകം, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തി. പ്രതിക്കെതിരെ പോക്സോ വകുപ്പും. തെളിവ് നശിപ്പിക്കാൻ പ്രതി ശ്രമിച്ചെന്നും കുറ്റപത്രം. എറണാകുളത്ത് മഹിളാ മന്ദിരത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായി. 3 പെൺകുട്ടികളും മഹിളാ മന്ദിരത്തിൽ നിന്ന് പോയത് രാവിലെ 3:30-യോടെ. CCTV ദൃശ്യങ്ങൾ 24-ന്. മരട് പോലീസ് അന്വേഷണം തുടങ്ങി. നോക്കാം ദേശീയ വാർത്തകൾ. സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിറങ്ങി പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സർക്കാർ തീരുമാനിച്ച 7.5% സംവരണത്തിലൂടെ പ്രവേശനം നേടുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ട്യൂഷൻ, ഹോസ്റ്റൽ, കൗൺസിലിംഗ് ഫീസുകളും സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. അണ്ണാ DMKയിൽ കോർഡിനേറ്റർ, ഡെപ്യൂട്ടി കോർഡിനേറ്റർ തസ്തികകൾ രൂപീകരിച്ചതിനെതിരായ ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതി. തസ്തിക രൂപീകരണം നിയമവിരുദ്ധമാണെന്ന് കാണിച്ചായിരുന്നു പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ തസ്തിക രൂപീകരണം നിയമവിരുദ്ധമല്ലെന്ന് കോടതിയുടെ നിരീക്ഷണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ താൻ അഴിമതി നടത്തിയിട്ടില്ല എന്ന വിശദീകരണവുമായി ബോളിവുഡ് നടൻ സോനു സൂദ്. അന്വേഷണ സംഘം പറയുന്നത് ആരോപണത്തിന്റെ ഒരു വശം മാത്രം. തെറ്റ് ചെയ്തിട്ടില്ലെന്നും കാലമെല്ലാം തെളിയിക്കുമെന്നും സോനു സൂദ്. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം. ചമോലി ജില്ലയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തൊഴിലാളികളുടെ ഷെൽട്ടർ മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. എല്ലാ സർക്കാരുകളും കർഷകരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു. കർഷകരുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒന്നല്ല. സർക്കാരും കർഷകരും തമ്മിൽ നിരന്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നും M. വെങ്കയ്യ നായിഡു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കൽക്കട്ട ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഈ മാസം 28-ന് വിശദമായ വാദം കേൾക്കാമെന്ന് ജസ്റ്റിസ് വിനീത് ശരൺ അധ്യക്ഷനായ ബെഞ്ച്. കക്ഷികൾക്ക് രേഖകൾ സമർപ്പിക്കാൻ വെള്ളിയാഴ്ച വരെ സമയം നൽകി. ചട്ടങ്ങൾ മറികടന്ന് രാകേഷ് അസ്താന IPSനെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിച്ചെന്ന പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഹർജിക്ക് പിന്നിലെന്ന് രാകേഷ് അസ്താന. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പ്രചാരണം നടക്കുന്നതായി പരാതി. നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാവശ്യപ്പെട്ട് മധുരയിൽ ആരാധകരുടെ പോസ്റ്ററുകൾ. 2021-ൽ ത്രിതല പഞ്ചായത്തുകളിൽ വരും, 2026-ൽ നല്ല ഭരണം തരുമെന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. ബംഗാൾ ഉപതെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് എതിരാളികൾ 11 പേർ. 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റു പാർട്ടികളിൽ നിന്ന് 5 സ്ഥാനാർത്ഥികളും. ഇതോടെ ഭവാനിപ്പൂരിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 12 ആയി. രാജ്യത്തെ 6 എയിംസ് ആശുപത്രികളുമായി അവലോകന യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പൊതുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ ഏകോപന ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം.
പശ്ചിമ ബംഗാളിൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP മത്സര രംഗത്തില്ല. BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം നൽകില്ല. ഒക്ടോബറിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ വിളിച്ചു ചേർത്ത മതമേലധ്യക്ഷന്മാരുടെയും സാമുദായിക സംഘടനകളുടെയും യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സമസ്ത, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ അറിയിച്ചു. പാലാ ബിഷപ്പ് വിവാദ പ്രസ്താവന പിൻവലിച്ചതിന് ശേഷമാണ് ചർച്ച നടത്തേണ്ടതെന്ന് ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം സമൂഹത്തിലുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് രമ്യമായി പരിഹരിക്കുക, സമൂഹം ഒരു തരത്തിലുള്ള വേർതിരിവിന്റെ പേരിലും അകന്നു പോകരുതടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് 24 നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു ഈ ക്ലിമീസ് ബാവ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചത്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു യോഗ ആവശ്യം, അല്ലെങ്കിൽ യോഗം നടത്തണം, അതല്ലെങ്കിൽ ഒരു ടേബിളിന് ചുറ്റും വരുന്ന ഇത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിലും സർക്കാർ അത് പരിഗണിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ക്ലിമീസ് ബാവ തന്നെ നേരിട്ട് ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗം ഇപ്പോൾ തിരുവനന്തപുരം മാറിവാനിയൂസിൽ, നാലാഞ്ചിറ മാറിവാനിയൂസിൽ ചേരുകയാണ്. വിവിധ മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്ന കുറച്ചാളുകൾ, പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത് ആർച്ച് ബിഷപ്പ് സൂസേബാക്യം, അതേപോലെ തന്നെ ബിഷപ്പ് ജോസ് മാർ ബർണാബസ്, അതേപോലെ തന്നെ ഈ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാളയം ഇമാമായ VP സുഹൈബ് മൗലവി, അതേപോലെ കോഴിക്കോട് പാളയം ഇമാമായ ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകൾ, കരമന ബയാർ, കൂടാതെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റു ചില മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമസ്ത, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകൾ പങ്കെടുക്കുന്നില്ലെന്ന് അല്പസമയം മുൻപ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ള സഭയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളും സഭാധ്യക്ഷന്മാരും ഒക്കെ നേരത്തെ പങ്കെടുക്കുമെന്ന് അറിയിച്ചവരുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ, അല്ലെ ഈ മുസ്ലിം സംഘടനകൾ ഒഴികെ? നിലവിൽ ഇക്കാര്യത്തിൽ ഇവരെ അടക്കം എല്ലാവരെയും, അല്ലെങ്കിൽ ഒരു തുറന്ന ചർച്ചയായിരുന്നു ഇക്കാര്യത്തിൽ ക്ലിമീസ് ബാവ ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചില മുസ്ലിം സംഘടനകൾ, പ്രത്യേക ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്. അവർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം ക്ലിമീസ് ബാവയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലാ ബിഷപ്പ് മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ചർച്ച നടക്കേണ്ടതെന്നുള്ള കാര്യം അവർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ യോഗം വളരെ പുരോഗമനപരമായ ഒരു യോഗം തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സർവകക്ഷി യോഗം അടക്കം വിളിക്കണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയ നീക്കങ്ങളോട് നടക്കുന്ന, അല്ലെങ്കിൽ വിഭാഗീയ നീക്കങ്ങൾ സമൂഹത്തിന്റെ പല തട്ടുകളിൽ നടക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനാ നേതാക്കളും ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ വൈകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവും ഈ നിലവിൽ സമൂഹത്തിലെ ഒരു മതവിശ്വാസികളും തമ്മിൽ ഉണ്ടാകരുതെന്നുള്ള ആവശ്യമായിരിക്കും ക്ലിമീസ് ബാവ പ്രധാനമായി മുന്നോട്ട് വെക്കുക. നിലവിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതിനോട് അനുകൂല നിലപാടെടുക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്വേഷം സമൂഹത്തിൽ, സ്പർദ്ധയോ വിദ്വേഷമോ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംഘടനകളും ഈ വിഷയത്തെ, അതായത് പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ അവർക്ക് അനുകൂലമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇക്കാര്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള വിലയിരുത്തലും ചില മതമേലധ്യക്ഷന്മാർക്കുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ സജീവ ചർച്ചയാകും. കൂടാതെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചേരിതിരിവ് ഇനി സമൂഹത്തിൽ കർദിനാൾ ക്ലിമീസ് ബാവ വിളിച്ച യോഗത്തിൽ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. യോഗം തുടരുകയാണ്. അണ്ടർ ന്യൂസിലേക്ക് വീണ്ടും അന്താരാഷ്ട്ര വാർത്ത. റഷ്യ പെർമിലെ സർവകലാശാലയിൽ വെടിവെപ്പ്, 8 മരണം, 6 പേർക്ക് പരിക്ക്, അക്രമി പിടി. 73ാമത് എമ്മി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ഡ്രാമ സീരീസ് സംവിധാനം, മികച്ച രചന തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. ദ ക്രൗൺ സീരീസിന് ഒലിവിയ കോൾമാൻ മികച്ച നടി, ജോഷോ കൊണ്ടർ മികച്ച നടൻ. 2022 നടക്കുന്ന ഫിലിപ്പൈൻസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ബോക്സിംഗ് താരം മാനി പാക്യാവോ. പ്രസിഡന്റ് റോഡിഗ്രോ ഡൂറ്റർട്ടയുടെ ചൈനയുമായുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തെ വിമർശിച്ച് പാക്യാവോ. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ പിന്തുണയ്ക്കുന്ന യുണൈറ്റഡ് റഷ്യ പാർട്ടിക്ക് ഭൂരിപക്ഷം. 33% ബാലറ്റുകൾ എണ്ണിയപ്പോൾ യുണൈറ്റഡ് റഷ്യ 45% കൂടുതൽ വോട്ട് നേടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ടെക്സസിൽ ഹെയ്തി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. തിരികെ എത്തുന്നവർക്ക് ഹെയ്തിയിൽ തുടരാമെന്ന് ദേശീയ മൈഗ്രേഷൻ മേധാവി.
അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് അവകാശ ലംഘനമാണെന്ന് യുനെസ്കോയും യൂണിസെഫും വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. യാത്രാ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി ബ്രിട്ടൻ. അസ്ട്രാസെനേക വാക്സിൻ എടുത്തവർക്ക് 10 ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധം. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരടക്കം പ്രതിസന്ധിയിൽ. UN ജനറൽ അസംബ്ലിയുടെ 76ാമത് സെഷൻ തുടക്കമാകുന്നു. കോവിഡ് വാക്സിന്റെ ലഭ്യതയും കാലാവസ്ഥാ വ്യതിയാനവും പ്രധാന അജണ്ട. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അമേരിക്കയിലെത്തി. UN ജനറൽ അസംബ്ലി തുടങ്ങുന്നതിന് മുൻപാണ് ബോറിസ് ജോൺസന്റെ സന്ദർശനം. കാലാവസ്ഥാ വ്യതിയാനം പ്രധാന അജണ്ടയായി പരിഗണിക്കാൻ ലോകരാജ്യങ്ങളുടെ നേതാക്കൾ ശ്രമിക്കണമെന്നാവശ്യപ്പെടാനാണ് ബോറിസ് ജോൺസൺ എത്തിയത്. സ്പോർട്സ്. IPL മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 20 റൺസ് ജയം. ഡ്വെയ്ൻ ബ്രാവോയ്ക്ക് 3 വിക്കറ്റ്. 88 റൺസ് എടുത്ത ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാദ് കളിയിലെത്താറ്. IPL നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. മത്സരം വൈകിട്ട് 7:30. IPL 14ാം സീസൺ കഴിയുന്നതോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ നായക പദവി ഒഴിയുമെന്ന് വിരാട് കോഹ്ലി വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് RCBയുടെ ട്വിറ്റർ പേജിലൂടെ. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. പരമ്പരയിൽ 3 മത്സരങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന് ചെൽസി. ടോട്ടനത്തെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിന്. വെസ്റ്റ് ഹാമിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് വീഴ്ത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. വലൻസിയയെ 1-നെതിരെ 2 ഗോളിന് തോൽപ്പിച്ചു. ജയത്തോടെ 13 പോയിന്റുമായി റയൽ ലീഗിൽ ഒന്നാമത്. ഫ്രഞ്ച് ലീഗിൽ PSG ജയം. ലിയോണിനെ വീഴ്ത്തിയത് 1-നെതിരെ 2 ഗോളിന്. മൗറോ ഇക്കാർഡിയുടെ വിജയ ഗോൾ 93ാം മിനിറ്റിൽ. 18 പോയിന്റുമായി PSG ലീഗിൽ ഒന്നാമത്. ഇറ്റാലിയൻ ലീഗിൽ യുവന്റസ് AC മിലാൻ പോരാട്ടം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് നപ്പോളി ഉഡിനീസ് FCയെ നേരിടും. ഏഷ്യൻ വോളിയിൽ ഇന്ത്യക്ക് ജയം. അവസാന മത്സരത്തിൽ ബഹ്റൈനെ പരാജയപ്പെടുത്തി. ടൂർണമെന്റിൽ ഇന്ത്യ 9ാമത്. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ട്രാൻസ്ജെൻഡറായി വേഷം കെട്ടി ആക്രമണം നടത്തിയ ആൾ അറസ്റ്റിൽ. പിടിയിലായത് നെട്ടയം സ്വദേശി ബിനോയ്. ആലങ്കോട് സ്വദേശി സലീമിനെയാണ് ആക്രമിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മൊബൈൽ റീചാർജ് കടയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യം പിടികൂടി. കഴക്കൂട്ടം എക്സൈസ് പിടികൂടിയത് 90 ലിറ്റർ മദ്യം. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ തിരുവനന്തപുരം പെരിങ്ങമല PHS ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച മന്ത്രി വീണ ജോർജ്. DK മുരളി MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം നന്ദിയോട് 72കാരി ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ അയൽവാസി അറസ്റ്റിൽ. പാലോട് പോലീസിന്റെ പിടിയിലായത് അർജുൻ എന്ന് വിളിക്കുന്ന ഉദയകുമാർ. പത്തനാപുരം താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാകുന്നു. പത്തനാപുരം മഞ്ചള്ളൂരിൽ സ്ഥലമേറ്റെടുത്തു. കെട്ടിട നിർമ്മാണത്തിനായി കിഫ്ബി 77 കോടി രൂപ അനുവദിച്ചു. കായംകുളം നഗരസഭ 7ാം വാർഡിലെ എരുവയില്ലത്ത് ചെറുകാവ് നവീകരണത്തിന് നടപടി വേണമെന്ന ആവശ്യം. നഗരസഭയും ഫിഷറീസ് വകുപ്പിന്റെയും സഹായത്തോടെ നിർമ്മാണം തുടങ്ങിയ പണി പാതി വഴിയിൽ മുടങ്ങിയെന്ന് പരാതി. പത്തനംതിട്ട കടമ്പനാട് നിർധനരായ 120 വീട്ടമ്മമാർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. സഹായം നൽകിയത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. പത്തനംതിട്ട തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ പൊടിയാടിൽ ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർ രക്ഷപ്പെട്ടു. കോട്ടയത്ത് ഗുണ്ടാസംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശ്യാംകുമാറിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി CPIM കുലശേഖരമംഗലം ലോക്കൽ കമ്മിറ്റി. മന്ത്രി VN വാസവൻ താക്കോൽദാനം നിർവഹിച്ചു. ലോക്ഡൌൺ ഇളവുകൾക്കൊപ്പം കാലാവസ്ഥയും അനുകൂലമായതോടെ ഇടുക്കി അണക്കെട്ടിൽ സന്ദർശകരുടെ തിരക്ക്. ഇന്നലെ മാത്രം എത്തിയത് 1665 പേർ. ഒക്ടോബർ 16 വരെ ഡാം സന്ദർശിക്കാൻ അനുമതി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ജനവാസ മേഖലയായ വെൺമണി പീറ്റർപടിയിൽ മാലിന്യ നിക്ഷേപം. ദുർഗന്ധം മൂലം വീടിന് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയെന്ന് പ്രദേശവാസികൾ. വാക്കുതർക്കത്തെ തുടർന്ന് ഇടുക്കി തൊടുപുഴ ഇളംദേശം സ്വദേശികളായ 2 പേർക്ക് കുത്തേറ്റു. കത്തിക്കുത്തിൽ കലാശിച്ചത് മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള തർക്കം. എറണാകുളം കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2ാം ഘട്ട വാക്സിനേഷൻ സംഘടിപ്പിച്ചു. ചടങ്ങിൽ കൂനമാവ് ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ ആദരിച്ചു. എറണാകുളം പിറവം തോട്ടഭാഗത്തെ റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി. നവീകരണം അനൂപ് ജേക്കബ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവഴിച്ച്. KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പറവൂർ ഡിപ്പോയിൽ ഏകദിന ഉപവാസ സമരം. സംസ്ഥാന സെക്രട്ടറി PK ബൈജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം MC റോഡിൽ കാലടി ശ്രീശങ്കര പാലം ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു. പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയത് ഇന്നലെ.
കാലടി ശ്രീമൂല നഗരത്ത് രാജീവ് ഗാന്ധി യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ച് യൂത്ത് കോൺഗ്രസ് കൊടിമരം സ്ഥാപിക്കലും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലിൻഡോ പിയാൻഡ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മങ്കര സ്വദേശിയായ സന്ധ്യ മൂർത്തി ദമ്പതികളുടെ മകൻ ഭരതന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായവുമായി മങ്കര ഗ്രാമപഞ്ചായത്തും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും 28 ലക്ഷം രൂപ സമാഹരിച്ച് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. പാലക്കാട് SFI കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെയ്താലി രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നെന്മാറയിൽ ധർണ സംഘടിപ്പിച്ച UDF നെന്മാറ മണ്ഡലം കമ്മിറ്റി. പാചകവാതക ഇന്ധനവില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പാലക്കാട് മങ്കര പഞ്ചായത്തിന്റെ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 10 കർഷകർക്ക് 100 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പദ്ധതി കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. പാലക്കാട് കഞ്ചിക്കോട് ആനക്കൂട്ടമിറങ്ങി. വലിയേരിക്കും അയ്യൻകുളത്തിനുമിടയിലാണ് ആനക്കൂട്ടമിറങ്ങിയത്. നിർമ്മാണം നടക്കുന്ന IIT ക്യാമ്പസിലാണ് സംഭവം. മലപ്പുറം എടവണ്ണയിൽ ഷോക്കേറ്റ് 1.5 വയസ്സുകാരൻ മരിച്ചു. ഫൊയ്ജു റഹ്മാന്റെ മകൻ മസീദ് അലോമാണ് മരിച്ചത്. ഷോക്കേറ്റുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാലിക് ബിൻ ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ലോഗോ പുറത്തിറക്കി. മലപ്പുറം പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ലോഗോ പ്രകാശനം ചെയ്തു. മലപ്പുറം വഴിക്കടവ് പാലാറ്റ് 2 വീടുകളിൽ കവർച്ച. വാതിലുകൾ പൊളിച്ചകത്ത് കടന്ന മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. മലപ്പുറത്ത് സ്വർണ്ണനിധിയുടെ പേരിൽ ലോഡ്ജ് ഉടമയിൽ നിന്ന് 11.5 ലക്ഷം രൂപ തട്ടിയെടുത്ത് മുങ്ങിയാൾ അറസ്റ്റിൽ. പിടിയിലായത് കരുവാരക്കുണ്ട് പുന്നക്കാട് സ്വദേശി തോമസ്. സമ്പൂർണ്ണ ഹരിത പഞ്ചായത്താകാൻ ഒരുങ്ങി വയനാട് എടവക ഗ്രാമപഞ്ചായത്ത്. ക്ലീൻ ഗ്രീൻ എടവക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണം നടത്താൻ തീരുമാനം. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ആനയിറങ്ങിയത് മീനങ്ങാടി അപ്പാട് മേഖലയിൽ. കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പ്രതിഷേധ ശൃംഖല തീർത്ത് മത്സ്യത്തൊഴിലാളി യൂണിയൻ എടക്കാട് ഏരിയ കമ്മിറ്റി. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആലക്കോട് പട്ടാപ്പകൽ റോഡരികിൽ മാലിന്യം തള്ളിയ ആൾക്കെതിരെ നടപടിയെടുത്ത ആലക്കോട് പഞ്ചായത്ത്. 5000 രൂപ പിഴ ഈടാക്കി. കണ്ണൂർ പടിയൂർ പഞ്ചായത്തിലെ പൂവം മേഖലയിൽ പഴശ്ശി ജലസംഭരണിയിൽ നിന്ന് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 15 ലോഡ് മണൽ പിടികൂടി. മണൽ കൊള്ള കണ്ടെത്തിയത് ഇരിക്കൂർ പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധന. അന്താരാഷ്ട്ര തീര ശുചിത്വ ദിനത്തിന്റെ ഭാഗമായി തലശ്ശേരി തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് ശുചീകരിച്ചു. മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് T സജിത ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുനമ്പത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് തേർളായി സ്വദേശി അൻസിൽ. തീരശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കടലോരം ശുചീകരിച്ച് മണൽ ശില്പമൊരുക്കി തൃക്കരിപ്പൂർ തീരദേശ പോലീസ്. എഴുത്തല കടപ്പുറത്ത് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഡോക്ടർ V ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗത്വ വിതരണ ക്യാമ്പയിൻ തുടങ്ങി പ്രവാസി വെൽഫെയർ അസോസിയേഷൻ. കാഞ്ഞങ്ങോട് നടന്ന ചടങ്ങിൽ രാജുകുന്നുമലിന് അംഗത്വം നൽകി ജില്ലാ ചെയർമാൻ പ്രമോദ് പെരിയ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിയ സർക്കാർ ആശുപത്രികളിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി KPSTA ബേക്കൽ ഉപജില്ലാ കമ്മിറ്റി. ഉപകരണങ്ങൾ കൈമാറിയത് KPSTA ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായി. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ക്ലീൻ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്പൂർണ്ണ ശുചിത്വ സർവേ തുടങ്ങി. പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ച് വയലോടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്. ജയസൂര്യയുടെ പുതിയ ചിത്രം സണ്ണിയുടെ ട്രെയിലർ പുറത്തിറക്കി. ചിത്രം സെപ്റ്റംബർ 23 റിലീസ് ചെയ്യും. കുഞ്ചാക്കോ ബോബന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ അപ്രതീക്ഷിത അതിഥിയായി ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്. ഒറ്റന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് അനുരാഗ് കശ്യപ് എത്തിയത്. ഭരത് നിവാസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നടുവൻ എന്ന തമിഴ് ചിത്രത്തിലെ ട്രെയിലർ പുറത്ത്. ഷാരൻ കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അപർണ വിനോദ്, ഗോകുൽ ആനന്ദ്, ബാല എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ബഹുമാനാർത്ഥം തുർക്കി സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് വ്യാജ പ്രചാരണം. സത്യാവസ്ഥയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വ്യാജവാർത്ത പ്രചരിക്കുന്നത്. സെപ്റ്റംബർ 17-ന് 71ാം ജന്മദിനം ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ബഹുമാനാർത്ഥം തുർക്കി സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് 2015-ൽ തുർക്കി സർക്കാർ പുറത്തിറക്കിയ സ്റ്റാമ്പിന്റെ ദൃശ്യങ്ങളാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമായി നൽകിയ ആദരമല്ല. അന്ന് തുർക്കിയിൽ നടന്ന G20 അന്റാലിയ ഉച്ചകോടിയിൽ പങ്കെടുത്ത 33 നേതാക്കളുടെ പേരിലും തുർക്കി സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ഈ പ്രത്യേക പതിപ്പ് സ്റ്റാമ്പ് ശേഖരത്തിന്റെ ചിത്രം 2015 നവംബർ 18-ന് G20 തുർക്കിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തയും ചിത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തം.
2019-20 ആഭ്യന്തര സീസണിൽ പങ്കെടുത്ത ക്രിക്കറ്റ് താരങ്ങൾക്ക് അധിക മാച്ച് ഫീസ് ലഭ്യമാക്കാൻ BCCI തീരുമാനം. 50% മാച്ച് ഫീസാണ് താരങ്ങൾക്ക് നൽകുക. ഛത്തീസ്ഗഡ് മുൻ മന്ത്രി രജീന്ദ്രപാൽ സിംഗ് ഭാട്ടിയ തൂങ്ങി മരിച്ച നിലയിൽ രാജ്നന്ദ്ഗാവിലെ വസതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അമേരിക്കയിലെ ടെക്സസിൽ സൈനിക പരിശീലന വിമാനം തകർന്നു വീണ് 2 പേർക്ക് പരിക്ക്. പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാനത്തിന് ഓരോ ആഴ്ചയിലും 50 ലക്ഷം കോവിഡ് വാക്സിൻ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ ആവശ്യം. സംസ്ഥാനത്തെ സാംസ്കാരിക, സാഹിത്യ, സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ ഇടപെടൽ വേണമെന്ന കത്തിൽ ആവശ്യം. ന്യൂസ് പൂർത്തിയാകുന്നു.